അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മെംബ്രെയിൻ പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോ ഈ ഒരു മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിനിൽ ലൊക്കേറ്റ് ചെയ്താക്കുന്ന പ്രോട്ടീൻസുകളാണ് മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ പ്രോട്ടീൻ, പെരിഫറൽ പ്രോട്ടീൻ, ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ, ആംഫിട്രോപ്പിക് പ്രോട്ടീൻ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻ്റഗ്രൽ പ്രോട്ടീൻ നോക്കാം. ഈ ഇൻ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ലിപ്പിഡ് ബൈലെയർ, സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ലിപ്പിഡ് ബൈലെയർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളവരാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻ. ഈ ഇൻ്റഗ്രൽ പ്രോട്ടീനെ തന്നെ നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ പ്രോട്ടീൻ നമ്മൾ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, പിന്നെ ഇവർ മെയിനായിട്ട് ആ ഫാറ്റി ആ ഒരു ഹൈഡ്രോഫോബിക് പാർട്ടിൽ, അതായത് ടെയിൽ ഭാഗം, ഫോസ്ഫോലിപ്പിൻ്റെ ടെയിൽ ഭാഗമൊക്കെ അടങ്ങുന്ന ആ ഒരു ഹൈഡ്രോഫോബിക് ഭാഗത്തായിട്ടാണ് മെയിനായിട്ട് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ചിലവർ മെംബ്രെയിൻ ലിപ്പിഡുകളായിട്ട് കോവാലന്റ് ബോണ്ട് ഏർപ്പെടാറുണ്ട്. അതാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ലിപ്പിഡ്സുകളായിട്ട്, അവിടുത്തെ ലിപ്പിഡുകളായിട്ട് നല്ല സ്ട്രോങ് ബോണ്ടുകൾ ഏർപ്പെടുന്നവരാണ് ഈ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നത് ഹൈഡ്രോഫോബിക് ഭാഗങ്ങളായിട്ടാണ്. ഓക്കെ, ഇനി പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജസ്റ്റ് ആ മെംബ്രെയിൻ്റെ സർഫസിലായിട്ടാണ് അവർ ചെയ്യുന്നത്. നേരത്തെ ഉള്ള ഇൻ്റഗ്രൽ പ്രോട്ടീൻ ഇല്ലേ, ഈ ഇൻ്റഗ്രൽ പ്രോട്ടീനുമായിട്ട് ഒരു നോൺ കോവലന്റ് ബോണ്ടിൽ ഏർപ്പെടുന്നവരാണ് പെരിഫറൽ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ പ്രോട്ടീൻ നല്ല കോവലന്റ് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ പെരിഫറൽ പ്രോട്ടീൻ ഇൻ്റഗ്രൽ പ്രോട്ടീനോട് ഒരു നോൺ കോവലന്റ് ബോണ്ട് ഉണ്ടാക്കുന്നവരാണ് പുറമേ കാണുന്ന പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മെയിനായിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഫോസ്ഫോലിപ്പിഡിൻ്റെ ആ ഒരു പോളാർ ഹെഡ് ഗ്രൂപ്പുകളായിട്ടാണ് പെരിഫറൽ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഫിട്രോപ്പിക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചില സമയത്ത് ചില കണ്ടീഷൻസിൽ മാത്രമേ മെംബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു സ്വിച്ച് പോലെ ആവശ്യമുള്ള സമയത്ത് അത് ഇങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കും, ചിലപ്പോൾ വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെ മൂവ് ചെയ്തിങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു രീതിയിലാണ് ആ ആംഫിട്രോപ്പിക് പ്രോട്ടീൻസ് ഒന്നിൽ അറ്റാച്ച് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവിടെ കാണും. അതാണ് ആംഫിട്രോപ്പിക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ ഒരു ലിപ്പിഡ് ആങ്കർ വഴിയാണ് മെംബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്യിക്കുന്നത്. അവരൊരിക്കലും മെംബ്രെയിൻ വഴി പാസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 4 ടൈപ്സ് ഉണ്ട്: ഇൻ്റഗ്രൽ പ്രോട്ടീൻ, പെരിഫറൽ പ്രോട്ടീൻ, ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ, ആംഫിട്രോപ്പിക് പ്രോട്ടീൻ. ഓക്കെ, അതിൽ ഇൻ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവരുടെ ഫോസ്ഫോലിപ്പിഡിൻ്റെ ടെയിൽ ഭാഗമില്ലേ, ആ ഒരു ഹൈഡ്രോഫോബിക് ഭാഗങ്ങളായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്ന ഒരു കോവലന്റ് ബോണ്ട് സൃഷ്ടിക്കാറുണ്ട്. പെരിഫറൽ പ്രോട്ടീൻ എന്നാൽ ഇൻ്റഗ്രൽ പ്രോട്ടീനോട് ഒരു നോൺ കോവലന്റ് അറ്റാച്ച്മെന്റ് കാണിക്കും. നമ്മുടെ മെംബ്രെയിൻ്റെ പോളർ ഹെഡ് ആയിട്ടാണ് അവർ അറ്റാച്ച് ചെയ്യുന്നത്. ആംഫിട്രോപ്പിക് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ചില സമയത്ത് മാത്രം ഇങ്ങനെ അറ്റാച്ച് ചെയ്യാറുള്ളൂ. ലിപ്പിഡ് ആങ്കർഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അവർ മെംബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഒരു ലിപ്പിഡ് ആങ്കർ വഴിയാണ്. ഓക്കെ, അത്ര ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും. ഇൻ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മളതിനെ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയും. അവർ ഉള്ളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ സ്പാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്പാൻ ചെയ്ത് പോകുന്നുണ്ട്. 3 ഡൊമൈൻസുകളുണ്ട്. എക്സോപ്ലാസ്മിക് ഡൊമൈൻ. അപ്പോൾ എക്സോപ്ലാസ്മിക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ പുറത്തായിട്ട്, ട്രാൻസ് മെംബ്രെയിൻ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആ മെംബ്രെയിനിൽ തന്നെ സൈറ്റോസോളിക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ പ്രോട്ടീൻസിന് 3 ഡൊമൈൻസ് ഉണ്ട്. ഒന്ന് സെല്ലിൻ്റെ പുറത്ത്, പിന്നെ ആ ഒരു മെംബ്രെയിൻ്റെ ഭാഗത്ത്, പിന്നെ ഉള്ളിൽ സൈറ്റോസോളിൻ്റെ ഭാഗത്തായിട്ട്. ഓക്കെ, അപ്പോൾ 3 ഡൊമൈൻസ് ഉണ്ട്: എക്സോപ്ലാസ്മിക് ഡൊമൈൻ, ട്രാൻസ് മെംബ്രെയിൻ ഡൊമൈൻ, സൈറ്റോസോളിക് ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രൽ പ്രോട്ടീൻസിന് ഉദാഹരണമാണ് ഗ്ലൈക്കോഫോറിൻ എ, അക്വാപോറിൻ, GPCR പോറിൻസുകൾ. ഇതൊക്കെ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഉദാഹരണമാണ്. ഗ്ലൈക്കോഫോറിൻ എ, അക്വാപോറിൻ, GPCR പോറിൻസ്. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഗ്ലൈക്കോഫോറിൻ എ നോക്കാം. ഈ ഗ്ലൈക്കോഫോറിൻ എ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ RBCയുടെ മെംബ്രെയിനിൽ കാണുന്നതാണ് ഗ്ലൈക്കോഫോറിൻ എ എന്ന് പറയുന്നത്. അതൊരു ഡൈമറാണ്. പിന്നെ അതുമാത്രമല്ല, ഒരു തവണയാണ് സിംഗിൾ പാസ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ഒരു തവണ സിംഗിൾ പാസ് ചെയ്തിട്ടുണ്ട് മെംബ്രെയിനിലേക്ക്. പിന്നെ ഇവർക്ക് ഒരു ആൽഫ ഹെലിക്സ് ആണ് ഉള്ളത്, 1 ആൽഫ ഹെലിക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഗ്ലൈക്കോഫോറിൻ എ എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ പ്രോട്ടീൻ ആണ്. ഗ്ലൈക്കോഫോറിൻ എ എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ പ്രോട്ടീൻ ആണ്. അതെവിടെയാണ് കാണുന്നത്? RBCയുടെ മെംബ്രെയിനിലാണ് കാണുന്നത്. ഡൈമർ ആണ്, സിംഗിൾ പാസ് ട്രാൻസ് മെംബ്രെയിൻ ആണ്. ഒരു 1 ആൽഫ ഹെലിക്സ് ആണ് ഉള്ളത്. പിന്നെ അത് ഡൈമർ ആണ്. അത്ര ഓക്കെ അല്ലേ? ഇനി അടുത്തത് അക്വാപോറിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വാപോറിൻസ് എന്ന് പറഞ്ഞാൽ വാട്ടർ ചാനൽ പ്രോട്ടീൻസ് ആണ്. സെൽ മെംബ്രെയിനിൽ കൂടെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് അക്വാപോറിൻസ് എന്ന് പറയുന്നത്. അത് ടെട്രാമർ ആയിട്ടാണ് കാണിക്കുന്നത്. ടെട്രാമർ ആണ്.
അതായത് ടെട്രാമർ എന്ന് പറയുമ്പോൾ അവർക്ക് 4 പ്രോട്ടീൻ സബ് യൂണിറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ 4 പ്രോട്ടീൻ സബ് യൂണിറ്റുകളുണ്ട്. അതിൽ ഓരോ സബ് യൂണിറ്റിനും 6 ട്രാൻസ് മെംബ്രെയിൻ ആൽഫ ഹെലിക്സസിലാണുള്ളത്. ഓക്കെ, അപ്പം ടെട്രാമർ എന്ന് പറയുമ്പോൾ 4 പ്രോട്ടീൻ സബ് യൂണിറ്റ് ഉണ്ട്. ഒരു സബ് യൂണിറ്റിൽ തന്നെ 6 ട്രാൻസ് മെംബ്രെയിൻ ആൽഫ ഹെലിക്സസ് ആണുള്ളത്. അപ്പം 4 എന്ന് പറയുമ്പോൾ 4 × 6 ടോട്ടൽ 24 ആൽഫ ഹെലിക്സുകൾ ഉണ്ടാകും. അതുകൂടാതെ 4 പോൾസുകളുണ്ട്. ഓക്കെ, ഓരോ സബ് യൂണിറ്റിനും ഒരു പോർ വെച്ച് മൊത്തത്തിൽ 4 ഉള്ളത് കൊണ്ട് 4 പോൾസുകളുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഒരു NPA മോട്ടീഫ്, അതായത് ഈ പറയുന്ന 3 അമിനോ ആസിഡ്സുകൾ ചേർന്ന ഒരു ഇതുണ്ട്. അസ്പാർജിൻ, പ്രോലീൻ, അലനിൻ, അങ്ങനെ 3 ഇത് അടങ്ങുന്ന ഒരു മോട്ടീഫ് ഉണ്ട്, ഒരു കൺസേർഡ് സീക്വൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്തിലുള്ളത്, അക്വാപോറിൻസിലുള്ളത്. അപ്പോൾ ഇവർ മെയിനായിട്ട് എന്തൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും? വാട്ടർ, ഹൈഡ്രജൻ പെറോക്സൈഡ്, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, യൂറിയ, ഗ്ലിസറോൾ, ഇതിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരാണ് അക്വാപോറിൻസ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻ്റഗ്രൽ പ്രോട്ടീനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇൻ്റഗ്രൽ പ്രോട്ടീൻ ഗ്ലൈക്കോഫോറിൻ A ആണ്. അത് RBCയിലാണുള്ളത്. RBCയുടെ മെംബ്രെയിലുള്ളതാണ്. സിംഗിൾ പാസ് ആണ്. 1 ആൽഫ ഹെലിക്സ് ആണുള്ളത്. അത് ഡൈമർ ആണ്. അക്വാപോറിൻ എന്ന് പറയുമ്പോൾ ടെട്രാമർ ആണ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് GPCR. അപ്പോൾ GPCRനെയാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്ന് പറയുന്നത്. GPCR, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഇതൊരു മൾട്ടി പാസ് ട്രാൻസ് മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇതൊരു മൾട്ടി പാസ് ട്രാൻസ് മെംബ്രെയിൻ ആണ്. ഇതിന് 7 ട്രാൻസ് മെംബ്രെയിൻ ആൽഫ ഹെലിക്സസിലാണുള്ളത്. 7 ട്രാൻസ് മെംബ്രെയിൻ ആൽഫ ഹെലിക്സസ് ആണുള്ളത്. അതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ സിഗ്നലിംഗ് ആണ് GPCRന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഏതാണ്? പോറിൻസ്. അപ്പോൾ ഒരു സെക്കൻഡ്, അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ ആദ്യം പറഞ്ഞ ഗ്ലൈക്കോഫോറിൻ A എന്ന് പറയുന്നത് സിംഗിൾ പാസ് ആണ്. അക്വാപോറിൻ ആയാലും GPCR ആയാലും മൾട്ടി പാസ് ആണുള്ളത്. ഗ്ലൈക്കോഫോറിൻ A ഉള്ളത് RBCയുടെ മെംബ്രെയിൻ, അതൊരു ഡൈമർ ആയിരുന്നു. അക്വാപോറിൻ എന്ന് പറയുന്നത് ഒരു ടെട്രാമർ ആയിരുന്നു. GPCR എന്ന് പറയുന്നത് അതിന് 7 ട്രാൻസ് മെംബ്രെയിൻ ആൽഫ ഹെലിക്സസ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് പോറിൻ. ഇത് മെയിനായിട്ട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ഔട്ടർ മെംബ്രെയിൽ കാണുന്ന ഒരു ചാനൽ പ്രോട്ടീൻ ആണ്. അതായത് ബാക്ടീരിയൽ ചാനൽ പ്രോട്ടീൻ ആണ് പോറിൻസ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ മോളിക്യൂൾസിനെ പാസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, എന്തൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും? ഡൈസാക്രൈഡ്, ഫോസ്ഫേറ്റ്, അയോൺസ്, സ്മോൾ ന്യൂട്രിയൻസ്, ഇതിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരു ട്രൈമറാണ്. ട്രൈമർ എന്ന് പറയുമ്പോൾ 3 പ്രോട്ടീൻ സബ് യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ ഓരോ സബ് യൂണിറ്റിനും 16 ബീറ്റ സ്ട്രാൻഡുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പോറിൻസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയയുടെ ചാനൽ പ്രോട്ടീൻസ് ആണ്. ട്രൈമർ ആണ്. ട്രൈമർ എന്ന് വെച്ചാൽ 3 സബ് യൂണിറ്റ് ഉണ്ട്. ഓരോ സബ് യൂണിറ്റുകളിലായിട്ട് 16 ബീറ്റ സ്ട്രാൻഡുകളുണ്ട്. അതിന് എക്സാമ്പിളാണ് OMPX ബാക്ടീരിയൽ പോറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്, ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ ഉണ്ട്, ആംഫിട്രോപിക് പ്രോട്ടീൻ ഉണ്ട്. ഇന്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സെൽ മെംബ്രെയിൻ്റെ ആ ഒരു ഹൈഡ്രോഫോബിക് റീജിയനിലാണ് ഉള്ളത്. അവിടെ ലിപ്പിഡുകളായിട്ട് ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും. പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ പ്രോട്ടീനുമായിട്ടൊരു നോൺ കോവാലന്റ് അസോസിയേഷൻ കാണിക്കും. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മെംബ്രെയിനായിട്ടൊരു ലിപ്പിഡ് വഴി ഉള്ള ഒരു കണക്ഷനാണ് ഉള്ളത്. ആംഫിട്രോപിക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷനിൽ മെംബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്ത് കാണും. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു, അതിനെ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയും. ഫോസ്ഫോലിപ്പിഡ് ബൈലറി കൂടെ സ്പാൻ ചെയ്തിട്ടുണ്ട്. 3 ഡൊമൈൻസുകളുണ്ട്. എക്സോപ്ലാസ്മിക് ഡൊമൈൻ, ട്രാൻസ് മെംബ്രെയിൻ ഡൊമൈൻ, സൈറ്റോസോളിക് ഡൊമൈൻ. അതിന് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസുകളാണ് ഗ്ലൈക്കോഫോറിൻ A, അക്വാപോറിൻ, GPCR, പോറിൻ. അതിൽ ഗ്ലൈക്കോഫോറിൻ A എന്ന് പറയുന്നത് സിംഗിൾ പാസ് ആണ്. അത് RBC മെംബ്രെയിനുള്ളതാണ്. ഒരു ആൽഫ ഹെലിക്സും പിന്നെ ഒരു ഡൈമറാണ്. അക്വാപോറിൻ എന്ന് പറയുമ്പോൾ വാട്ടർ ചാനൽ പ്രോട്ടീൻ ആണ്. മൾട്ടി പാസ് ആണ്. പിന്നെ ടെട്രാമർ ആണ്. അതിൽ എന്താണ് 6 ട്രാൻസ് മെംബ്രെയിൻ ഹെലിക്സസ് ഉണ്ട്. അപ്പം ഓരോ സബ് യൂണിറ്റിലും 6 ഉണ്ട്. അപ്പം ടോട്ടൽ 4 ഉള്ളത് കൊണ്ട് 6 × 4 24 ആൽഫ ഹെലിക്സ് ആണ് ടോട്ടൽ ഉള്ളത്. പിന്നെ 4 പോൾസുകളുണ്ട്. അവിടെയുള്ള മോട്ടീഫാണ് ഒരു കൺസേർവ്ഡ് മോട്ടീഫാണ് NPA മോട്ടീഫ് എന്ന് പറയുന്നത്. ആസ്പെറാജിൻ, പ്രോലിൻ, അലനിൻ പോലുള്ള അമിനോ ആസിഡ്സ് അടങ്ങുന്ന ഒരു കൺസേർവ്ഡ് സീക്വൻസ്. ഓക്കെ, പിന്നെ അക്വാപോറിൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വാട്ടറിനെയും ഹൈഡ്രജൻ പെറോക്സൈഡിനെയും അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, യൂറിയ, ഗ്ലിസറോൾ ഒക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. GPCR എന്ന് പറഞ്ഞാൽ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. അത് മൾട്ടിപാസ് ആണ്. 7 ട്രാൻസ് മെംബ്രെയിൻ ആൽഫ ഹെലിക്സ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ
അക്വാപോറിൻസ് എന്ന് പറഞ്ഞാൽ 6 ട്രാൻസ്മെംബ്രെയിൻ ഹെലിക്സ് ആയിരുന്നു. ഇവരാണെങ്കിലോ GPCR എന്ന് പറയുമ്പോൾ 7 ട്രാൻസ്മെംബ്രെയിൻ ആൽഫ ഹെലിക്സ് ആണ്. GPCR സെൽ സിഗ്നലിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ പോറിൻസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ചാനൽ പ്രോട്ടീൻ ആണ്. ട്രൈമർ ആണ്. 3 സബ് യൂണിറ്റുകളുണ്ട്. ഓരോ സബ് യൂണിറ്റിലായിട്ട് 16 ബീറ്റ സ്ട്രാൻഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡൈസാക്രൈഡ്, ഫോസ്ഫേറ്റ്, ചെറിയ ന്യൂട്രിയൻസ്, അയൺസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് OMPX ബാക്ടീരിയൽ പോറിൻസ് എന്ന് പറയുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. സോ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോട്ടീൻസുകൾ സെൽ മെംബ്രെയിനായിട്ട് നന്നായിട്ട് കോവാലന്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ലിപ്പിഡ് ആങ്കർ അതിന്റെ സഹായം വഴിയാണ് അങ്ങനെ പ്രോട്ടീനുകൾ സെൽ മെംബ്രെയിനായിട്ട് കോവാലന്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരിക്കലും മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ സ്പാൻ ചെയ്ത് പോകുന്നില്ല. ഓക്കെ, അപ്പൊ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനുകൾ മെംബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ലിപ്പിഡ് ആങ്കർ വഴിയാണ്, അല്ലാതെ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ സ്പാൻ ചെയ്ത് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ലിപ്പിഡ് ആങ്കർ അതിൻ്റെ ടൈപ്സുകളാണ് ഫാർനേസൽ ഗ്രൂപ്പ്, ജെറാനൈൽ ഗ്രൂപ്പ്, മൈറിസ്റ്റേറ്റ്, പാമിറ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ലിപ്പിഡ് ആങ്കേഴ്സിൻ്റെ ടൈപ്സുകളാണ്. ഏതൊക്കെയാണ്? ഫാർനേസൽ ഗ്രൂപ്പ്, ജെറനൈൽ ഗ്രൂപ്പ്, മൈറിസ്റ്റേറ്റ്, പാമിറ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ലിപ്പിഡ് ആങ്കറിൻ്റെ ടൈപ്സുകളാണ്. അപ്പോൾ ഈ ലിപ്പിഡ് ആങ്കർ പ്രോട്ടീനുകളാണ് റാസ് പ്രോട്ടീൻ, റാബ് പ്രോട്ടീൻ, VSRC അല്ലെങ്കിൽ VSARC പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ പറയുന്ന ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ലിപ്പിഡ് പ്രോട്ടീൻസുകൾ ലിപ്പിഡ് ആങ്കേഴ്സുകളായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. പ്രോട്ടീൻസുകൾ ലിപ്പിഡ് ആങ്കേഴ്സായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു അറ്റാച്ച്മെൻറ്റുകളാണ് ഈ പറയുന്ന അസൈലേഷൻ, മൈറിസ്റ്റോലേഷൻ, പാമിറ്റലേഷൻ, പ്രിനിലേഷൻ അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് അസൈലേഷൻ എന്ന് നോക്കാം. അതായത് ഒരു ലിപ്പിഡ് is attached to protein by a covalent bond. ഓക്കെ, അപ്പോൾ അസൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിപ്പിഡ് പ്രോട്ടീനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കോവാലന്റ് ബോണ്ട് വഴിയാണ്. അതിനെയാണ് അസൈലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മൈറിസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ലിപ്പിഡ് ആങ്കർ എന്ന് പറയുന്നത് ഒരു ഫാറ്റി ആസിഡ് ആണ്, മൈറിസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് എന്താണ്? അവിടുത്തെ ലിപ്പിഡ് ആങ്കർ ആണ് മൈറിസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവർ ഈ പ്രോട്ടീൻ ദാറ്റ് ഈസ് അമിനോ ആസിഡ്സ് ഗ്ലൈസിൻ്റെ എൻ ടെർമിനൽ ഭാഗത്തായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിപ്പിഡ് ഈസ് അറ്റാച്ച് ടു ദ പ്രോട്ടീൻ ബൈ എ കോവാലന്റ് ബോണ്ട്. അപ്പോൾ ഇവിടെ മൈറിസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡ് എന്താ ചെയ്യുന്നത്? ഗ്ലൈസിനുമായിട്ട് എൻ ടെർമിനൽ ഭാഗത്ത് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോണ്ടിനെയാണ് അമൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു മൈറിസ്റ്റോലേഷൻ കാണിക്കുന്ന ഒരു പ്രോട്ടീനാണ് VSARC പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇത്ര ഓക്കെയാണോ? ഓക്കെ, സോ പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ സെൽ മെംബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കുറേ ലിപ്പിഡ് ആങ്കേഴ്സുകളാണ്. സോ ഇപ്പോൾ ഫസ്റ്റ് നമ്മളുടെ എന്താണ് ഫാറ്റി ആസിഡ് പ്രോട്ടീനായിട്ട് കോവാലന്റിൽ അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് അസൈലേഷൻ എന്ന് പറയുന്നത്. മൈറിസ്റ്റോലേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലിപ്പിഡ് ആങ്കർ എന്ന് പറയുന്നത് ഒരു ഫാറ്റി ആസിഡാണ്. മൈറിസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡാണ്. ഓക്കെ, ആ ഫാറ്റി ആസിഡ് ഗ്ലൈസിൻ്റെ എൻ ടെർമിനൽ ഭാഗത്ത് വന്നാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫാറ്റി ആസിഡ് മൈറിസ്റ്റേറ്റ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് ഗ്ലൈസിൻ്റെ എൻ ടെർമിനൽ ഭാഗത്ത് വന്ന് അറ്റാച്ച് ചെയ്യും. ആ ഒരു ബോണ്ട് എന്ന് പറയുന്ന അമൈഡ് ബോണ്ടാണ്. അതിനാണ് മൈറിസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പാമിറ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് പാമിറ്റേറ്റ് ആണ്. ഓക്കെ, പാമിറ്റേറ്റ് ആണ്. പക്ഷേ അത് നമ്മളുടെ എൻ ടെർമിനൽ ഭാഗത്തല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, സിസ്റ്റീൻ, അതായത് സിസ്റ്റീൻ്റെ ഭാഗത്താണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അവിടുത്തെ ബോണ്ടാണ് തിയോഎസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പാമിറ്റലേഷൻ എന്ന് പറഞ്ഞാൽ പാമിറ്റേറ്റ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് 16 കാർബണുള്ള ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സിസ്റ്റിലേക്കാണ്. അവരുടെ ബോണ്ട് എന്ന് പറയുന്നത് തിയോഎസ്റ്റർ ബോണ്ടുകളാണ്. പിന്നെ ചില സമയത്ത് ഇവർക്ക് എന്താണ് സെറിൻ്റെ OH ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്യാറുണ്ട്. അതിനെ പാമിറ്റലേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ചില പ്രോട്ടീൻസുകൾ എന്താണ് എൻ ടെർമിനൽ അമിനോ ഗ്രൂപ്പുകളായിട്ട് ബൈൻഡ് ചെയ്യും. ഇപ്പോൾ സോണിക് ഹെഡ്ജോഗുകളൊക്കെ എന്താണ് അതിലൊക്കെ ഈ പാമിറ്റേറ്റിന് എൻ ടെർമിനൽ ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് എക്സെപ്ഷൻ കേസ് പറഞ്ഞാണ്. അപ്പോൾ പാമിറ്റലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാമിറ്റേറ്റ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് സിസ്റ്റീനായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മൈറിസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ മൈറിസ്റ്റേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഗ്ലൈസിൻ്റെ എൻ ടെർമിനലിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് മൈറിസ്റ്റലേഷൻ്റെ ബോണ്ട് അമൈഡ് ബോണ്ടാണ്. പാമിറ്റലേഷൻ്റെ ബോണ്ട് എന്ന് പറയുന്നത് തയോഎസ്റ്റർ ബോണ്ടുകളാണ്. അപ്പം അത്രയും കിട്ടിയല്ലോ. ഓക്കെ, അപ്പം മൈറിസ്റ്റേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻ ടെർമിനൽ ഗ്ലൈസിനിലേക്കാണ്. ഓക്കെ, മൈറിസ്റ്റേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻ ടെർമിനൽ ഗ്ലൈസിലേക്കാണ്. പാമിറ്റേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിസ്റ്റിലേക്കാണ് ത്രൂ തയോഎസ്റ്റർ ബോണ്ട്. അത്ര ഓക്കെ ആണോ?
ഇനി അടുത്താണ് പ്രിനിലേഷൻ. സോ ഈ പ്രിനിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐസോപ്രീനോയിഡ് ലിപ്പിഡുകളാണ് പ്രോട്ടീനിലേക്ക് അറ്റാച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടും ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് പറഞ്ഞത്. മൈറിസ്റ്റോലേഷൻ എന്ന് പറഞ്ഞാൽ മൈറിസ്റ്റേറ്റ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് ഗ്ലൈസിനിലേക്ക് എൻ ടെർമിനൽ ഭാഗത്തുനിന്ന് അറ്റാച്ച് ചെയ്യുന്നു. പാമിറ്റോലേഷൻ എന്ന് പറഞ്ഞാൽ പാമിറ്റേറ്റ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് സിസ്റ്റിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അങ്ങനെയെന്ന് പറഞ്ഞത്. പക്ഷെ പ്രിനിലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫാറ്റി ആസിഡ് അല്ല, അവിടെ ഐസോപ്രീനോയിഡ് ലിപ്പിഡുകളാണ് പ്രോട്ടീനിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് പ്രിനിലേഷൻ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് സിസ്റ്റിൻ്റെ സി ടെർമിനൽ ഭാഗത്താണ്. സിസ്റ്റിൻ്റെ സി ടെർമിനൽ ഭാഗത്തേക്കാണ്. ഇവിടുത്തെ ബോണ്ടും തയോഎസ്റ്റർ ബോണ്ടുകളാണ്. ഓക്കെ, പിന്നെ 2 ടൈപ്പിലുള്ള പ്രിനൈൽ ഗ്രൂപ്പ്സുകളുണ്ട്. അതാണ് ഫർണൈസൽ ഗ്രൂപ്പും ജെറനൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള പ്രിനൈൽ ഗ്രൂപ്പ്സുകളാണ്. പിന്നെ മാത്രമല്ല ഈ പ്രിനലൈഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനായിട്ട് ഈ പറയുന്ന സിസ്റ്റിൻ്റെ സി ടെർമിനൽ ഭാഗത്ത് ഒരു കൺസേർവ്ഡ് സീക്വൻസ് ഉണ്ട്. CAAX ബോക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സി ടെർമിനലിൻ്റെ ഭാഗത്ത് ഒരു CAAX ബോക്സ് വേണം. സി എന്ന് പറയുന്നത് സിസ്റ്റീൻ ആണ്, എ എന്ന് പറയുന്നത് ആലിഫാറ്റിക് അമിനോ ആസിഡ്സിനെയാണ്. ഓക്കെ, പിന്നെ എക്സ് എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് പ്രിനൈൽ ഗ്രൂപ്പ് അത് ഡിറ്റർമൈൻ ചെയ്യാനാണ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. പ്രിനലൈഷൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രീനോയിഡ് ലിപ്പിഡ് പ്രോട്ടീനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവർക്കൊരു CAAS ബോക്സ് വേണം. വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിസ്റ്റിൻ്റെ സി ടെർമിനലിലേക്കാണ്. പ്രിനൈൽ ഗ്രൂപ്പുകളാണ് ഫർണൈസൽ അല്ലെങ്കിൽ ജെറനൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, സോ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ 4 ടൈപ്പ് ഉണ്ട്. ഇൻ്റഗ്രൽ പ്രോട്ടീൻ, പെരിഫറൽ പ്രോട്ടീൻ, ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ, ആംഫിട്രോപിക് പ്രോട്ടീൻ. ഇൻ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണമാണ് ഗ്ലൈക്കോഫോറിൻ എ, അക്വാപോറിൻ, GPCR, പോറിൻ. ഗ്ലൈക്കോഫോറിൻ എ എന്ന് പറയുന്നത് സിംഗിൾ പാസ് ആണ്, ഡൈമർ ആണ്. അക്വാപോറിൻ എന്ന് പറയുന്നത് വാട്ടർ ചാനൽ പ്രോട്ടീൻസുകളാണ്, മൾട്ടി പാസ് ആണ്, ടെട്രാമർ ആണ്. GPCR എന്ന് പറയുന്നത് മൾട്ടി പാസ് ആണ്, പക്ഷേ ഇവിടെ 7 ട്രാൻസ്മെംബ്രെയിൻ അൽഫ ഹെലിക്സുകളുണ്ട്. പോറിൻ എന്ന് പറയുന്നത് ട്രൈമർ ആണ്. പിന്നെ എന്താണ് ബാക്ടീരിയയുടെ ചാനൽ പ്രോട്ടീനുകളാണ് പോറിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിന് മെംബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ലിപ്പിഡ് ആങ്കേഴ്സ് വഴിയാണ്. അവരൊരിക്കലും മെംബ്രെയിൻ കൂടെ സ്പാൻ ചെയ്യില്ല. അതിൻ്റെ ടൈപ്പുകളാണ് ഫർണേസൽ ഗ്രൂപ്പ്, ജെറനൈൽ ഗ്രൂപ്പ്, മൈറിസ്റ്റേറ്റ്, പാമിറ്റേറ്റ് എന്ന് പറയും. പിന്നെ ലിപ്പിഡ് ആങ്കേഴ്സ് ആയിട്ടുള്ള പ്രോട്ടീൻ അറ്റാച്ച്മെന്റിന് ഉദാഹരണങ്ങളാണ് പസൈലേഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ് പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യുന്നത്, കോവാലന്റിൽ അറ്റാച്ച് ചെയ്യുന്നതാണ്. അതിൽ വന്ന 2 ആൾക്കാരാണ് മൈറിസ്റ്റോലേഷനും പാമിറ്റോലേഷൻ. രണ്ടും ഫാറ്റി ആസിഡ്സ് തന്നെയാണ്. അപ്പോൾ മൈറിസ്റ്റോലേഷൻ എന്ന് പറഞ്ഞാൽ മൈറിസ്റ്റേറ്റ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് ആണ് ഗ്ലൈസിന്റെ എൻ ടെർമിലേക്ക് വന്ന് അമൈഡ് ബോണ്ട് വഴി, അതായത് ഒരു ബോണ്ട് ഉണ്ട്, ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്, അമൈഡ് ബോണ്ടാണ്. പാമിറ്റോലേഷൻ എന്ന് പറഞ്ഞാൽ പാമിറ്റേറ്റ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് ആണ് സിസ്റ്റിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അവിടുത്തെ ബോണ്ടാണ് തയോഎസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. പ്രിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ് അല്ല, പകരം അവിടെ ലിപ്പിഡ്സുകളാണ്, ഐസോപ്രീനൈഡ് ലിപ്പിഡുകളാണ് പ്രോട്ടീനിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റിന്റെ സി ടെർമിലേക്കാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഈ 2 തരത്തിലുള്ള പ്രിനൈൽ ഗ്രൂപ്പുകളുണ്ട്, ഫർണൈസൽ ഗ്രൂപ്പ്സുകളും ജെറനൈൽ ഗ്രൂപ്പുകളും. ഓക്കെ, അത്ര ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് GPI ആങ്കേർഡ് പ്രോട്ടീൻ. അപ്പോൾ ഈ GPIയുടെ ഫുൾ ഫോം എന്താണ്? ഗ്ലൈക്കോസിൽ ഫോസ്ഫോടൈഡൽ ഈനോസിറ്റോൾ. ഓക്കെ, അതായത് A protein is attached to the membrane through GPI anchor. ഇവിടെ ഒരു പ്രോട്ടീൻ മെംബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്യിക്കുന്നത് GPI ആങ്കർ വഴിയാണ്. പിന്നെ ഇവിടെ എന്താണ് ഔട്ടർ മെംബ്രെയിനിലാണിത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ GPI ആങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ഔട്ടർ മെംബ്രെയിനിലാണുള്ളത്. സി ടെർമിനൽ ഭാഗത്തേക്ക് വന്നാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ GPI ആങ്കറിൻ്റെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? ഫോസ്ഫോടൈഡൽ ഈനോസിറ്റോൾ, ഗ്ലൂക്കോസമൈൻ, 4 മാനോസ് മോളിക്യൂൾ, ഫോസ്ഫോ എത്തനോൾ അമൈൻ. ഇത്രയും 4 കമ്പോണൻസുകളാണ് GPI ആങ്കറിൻ്റെ കമ്പോണൻസുകൾ. ഏതൊക്കെയാണ്? ഫോസ്ഫോടൈഡൽ ഈനോസിറ്റോൾ, ഗ്ലൂക്കോസമൈൻ, 4 മാനോസ് മോളിക്യൂൾ, ഫോസ്ഫോ എത്തനോൾ അമൈൻ. ഓക്കെ, അപ്പോൾ മൈറിസ്റ്റോലേഷൻ എന്ന് പറയുമ്പോൾ ഗ്ലൈസിൻ്റെ എൻ ടെർമിനലിലേക്ക് വന്നാണ് ബൈൻഡ് ചെയ്യുന്നത്, അമൈഡ് ബോണ്ടാണ്. പാമിറ്റോലേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റീനാണ് അവിടെ ഉള്ളത്, സിസ്റ്റീനിലേക്ക് വന്നാണ് ബൈൻഡ് ചെയ്യുന്നത്, തയോഎസ്റ്റർ ബോണ്ടാണ് ഉള്ളത്. പ്രിനലേഷൻ എന്ന് പറയുന്നത് സിസ്റ്റീൻ്റെ സി ടെർമിനലിലേക്കാണ്, അവിടെയും തയോഎസ്റ്റർ ബോണ്ട് തന്നെയാണ്. GPI ആങ്കർ എന്ന് പറയുന്നത് പ്രോട്ടീൻസിൻ്റെ സി ടെർമിനേസിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ
ഓക്കെ, ഇനി അടുത്താണ് പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ. ഈ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അവരൊരിക്കലും പാസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നേരിട്ട് ലിപ്പിഡ് ബയർ ലെയറിലേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്യുന്നില്ല. ഒരു നോൺ കോവലന്റ് ഇൻട്രാക്ഷൻസ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർ മെയിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഫോസ്ഫോലിപ്പിഡിന്റെ പോളാർ ഹെഡിലേക്കോ അല്ലെങ്കിൽ ഇന്റഗ്രൽ പ്രോട്ടീനോ ഇട്ടൊക്കെയൊക്കെയുള്ളൂ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്യിക്കുന്നത്. പിന്നെ ഇവർ കാണുന്നത് സൈറ്റോസോളിക് അല്ലെങ്കിൽ എക്സോപ്ലാസ്മിക് സൈഡ്സിലാണ്. അപ്പോൾ സൈറ്റോസോളിക്കും എക്സോപ്ലാസ്മിക് സൈഡ്സിലാണ് ഇവർ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് കാണുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സ്പെക്ട്രിനും ഫിലമിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഡയറക്റ്റായിട്ട് പാസ് ചെയ്യുന്നില്ല, മെംബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നില്ല. അവരൊന്നില്ലെങ്കിൽ ആ ഒരു ഫോസ്ഫോലിപ്പിഡിന്റെ പോളാർ ഹെഡിലേക്കോ അല്ലെങ്കിൽ ഇന്റഗ്രൽ പ്രോട്ടീൻ ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. അതിന് ഉദാഹരണമാണ് സ്പെക്ട്രിനും ഫിലമിനും. ഓക്കെ, ഇനി അടുത്തതാണ് കാർബോഹൈഡ്രേറ്റ്, മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്. മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ഉണ്ടെന്ന് മനസ്സിലായി, ഗ്ലൈക്കോ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ പ്രോട്ടീൻ പ്ലസ് കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ലിപ്പിഡ്സ് പ്ലസ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്, അതായത് ഈ സെൽ മെംബ്രെയിൻ്റെ പുറത്തായിട്ടും ഇതുപോലെ കാർബോഹൈഡ്രേറ്റുകൾ കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസും ഗ്ലൈക്കോ ലിപ്പിഡ്സും. ഓക്കെ, സോ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സെൽ റെക്കഗ്നേഷൻ, സെൽ അഡീഷൻ, ഇമ്മ്യൂൺ റെക്കഗ്നേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ABO ബ്ലഡ് ഗ്രൂപ്പ്. അതിൽ O ആൻറ്റിജൻ, A ആൻറ്റിജൻ, B ആൻറ്റിജൻ, AB. സോ ഈ ഒരു O ആൻറ്റിജൻ എന്ന് പറയുന്നത് ഒരു പ്രിക്കേഴ്സർ ആൻറ്റിജൻ ആണ്. A ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ O ആൻറ്റിജൻ്റെ കൂടെ GAL NAC ഉള്ളതാണ്. B ആൻറ്റിജൻ എന്ന് പറയുന്നത് O ആൻറ്റിജൻ പ്ലസ് ഗാലക്ടോസ് ആണ്. പിന്നെ AB എന്ന് പറയുമ്പോൾ A ആൻറ്റിജനും ഉണ്ട്, B ആൻറ്റിജനും ഉണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്. താങ്ക് യു.